ഹായ്. നിങ്ങളിൽ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ ഓണം സീസണ് സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു ദിവസം പോയി സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം, ട്രാവൽ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കുന്ന ഒരു ടൈമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ പോയി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇപ്പം പല പല കാര്യങ്ങളും നിങ്ങൾ നോക്കുമല്ലോ. അതായത് ഒരു ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ അമ്യൂണിറ്റീസ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ പെക്യുലിയറായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കേണ്ടതും എന്നാൽ നമ്മളാരും നോക്കാൻ എഫേർട്ട് ഇടാത്തതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി ചെന്ന് കഴിഞ്ഞാൽ മേ ബി ഓക്കെ വ്യൂ ഉണ്ടാവും, അമെനിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പൂൾ ഉണ്ടാവും, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന് എല്ലാവരും സ്റ്റേ ചെയ്യാൻ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ എന്നാൽ പോലും അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു പ്രോപ്പർട്ടി ഫസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അതിൻ്റെ ക്ലെൻലിനെസ് ആണ്. അതായത് പ്രോപ്പർട്ടി ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അതിൽ തന്നെയും വളരെ സ്പെസിഫിക് ആയിട്ട് എല്ലാ ദിവസവും അവർ ഡസ്റ്റ് ചെയ്യുന്നുണ്ടോ, മോപ്പ് ചെയ്യുന്നുണ്ടോ. കാരണം ഇപ്പം ഒരുപാട് ഡിസീസസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെയാണ് എയർബോൺ ആയിട്ടാണ്. പിന്നെ എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ക്ലീനിങ് അത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഗസ്റ്റ്സ് ഇത് പ്രിഫർ ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ്സ്, ലിനന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഗസ്റ്റുകളോ അല്ലെങ്കിൽ പലരും അതിന് ഒരു പ്രോമിനൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നിയൊരു കാര്യമാണ്. കാരണം ഇപ്പം പല പല ഡിസീസസ്, ഡാൻഡ്രഫ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ പല സ്കിൻ ഡിസീസൊക്കെ തന്നെ ഈ വേറൊരാൾ യൂസ് ചെയ്ത ബെഡ്ഷീറ്റ്സും ലിനനിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടതും ഒരു മിനിമം 400 to 500 TC, അതായത് ത്രെഡ് കൗണ്ട് ഉള്ള ബെഡ്ഷീറ്റ്സ് ആണ് റിസോർട്ട്സ് അല്ലെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കംഫർട്ട് കിട്ടുള്ളൂ. രണ്ട്, അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നുണ്ടോ, അയൺ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഒരു ഗസ്റ്റ് പോകുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗസ്റ്റ് നോക്കുന്ന പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ പോകുന്ന പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം ഏതൊക്കെ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പോൾ പല പ്രോപ്പർട്ടീസിലും ഇതുപോലെ തന്നെ ഞാൻ പോയി സ്റ്റേ ചെയ്തപ്പം ഈവൻ തലേദിവസം സ്റ്റേ ചെയ്ത ബെഡ്ഷീറ്റ് തന്നെ കുടഞ്ഞു വിരിച്ചിട്ട് തന്ന കേസസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആസ് എ ഗസ്റ്റ് അല്ലെങ്കിൽ ആസ് എ ഒരു വിസിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ റൈറ്റാണ് അത് ക്വസ്റ്റ്യൻ ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂംസിനകത്ത് എസെൻഷ്യൽസ് ഉണ്ടോ, സോപ്പ്, ഷവർ ജെല്ല്, അങ്ങനെയുള്ള ബേസിക് എസെൻഷ്യൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹോസ്റ്റിൻ്റെ അല്ല ഒരു പ്രോപ്പർട്ടി ഓണറുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്വിമ്മിംഗ് പൂൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ എന്തൊക്കെ നോക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഒരു 90% സ്വിമ്മിംഗ് പൂൾസും എനിക്ക് തോന്നുന്നു കമേഴ്ഷ്യൽ പൂൾസാണ്. അതായത് എല്ലാ ദിവസവും വെള്ളം റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു സ്വിമ്മിംഗ് പൂളിനെ സംബന്ധിച്ചത് ഇമ്പോസിബിൾ ആണ്. വൺസ് ഇൻ എ മന്ത് ഓർ വൺസ് ഇൻ എ 2 months ഒക്കെ ആയിരിക്കും അവർ ഈ അതിനകത്തുള്ള വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ലോഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 40,000 to 60,000, ഒരു ആവറേജ് ഒരു 12 to 4 സൈസുള്ള സ്വിമ്മിംഗ് പൂളിന് അത്രയും ക്വാണ്ടിറ്റി വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എല്ലാ ദിവസവും റെഗുലറായിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യണം എന്നുള്ളതാണ്. റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ സ്പെസിഫിക് ആയിട്ടും ഗസ്റ്റുകൾ നോക്കേണ്ട ഒരു കാര്യം അവരോട് ചോദിക്കുക. പ്രോപ്പർട്ടി ചെന്ന് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ pH ലെവൽ എത്രയാണ്. pH ലെവൽ നോർമലി റെക്കമെൻഡഡ് എനിവെയർ അറൗണ്ട് 7.2 to 7.6 ആണ്. അതാണോ പ്ലസ് ക്ലോറിൻ്റെ അളവ് എന്തോരം ഉണ്ട്. ക്ലോറിൻ്റെ അളവും റെക്കമെൻഡഡ് എനിവെയർ അറൗണ്ട് 1 to 1.5 ppm എന്നുള്ള രീതിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അവരോട് ആ ക്ലോറിൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇത് കാണിക്കാൻ പറയാം. അതായത് നിങ്ങൾ ഗസ്റ്റ് പോയി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവരോട് പറയാം നിങ്ങൾക്ക് ക്ലോറിൻ ടെസ്റ്റ് ചെയ്ത് കാണണം എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ഇപ്പോൾ കൺവെൻഷണൽ ഹോട്ടൽസിൽ കാണത്തില്ല, പക്ഷേ ഇതുപോലത്തെ പ്രോപ്പർട്ടീസിൽ നിങ്ങളൊന്ന് സ്റ്റേ ചെയ്യുകയാണ് കിച്ചൺ യൂട്ടൻസിൽസ് അവരത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ, ഹോട്ട് വാട്ടർ ഉപയോഗിച്ചത് ഇത് ചെയ്യുന്നുണ്ടോ, സാനിറ്റൈസ് ചെയ്തിട്ടാണോ വേറൊരാൾക്കത് യൂസ് ചെയ്യാൻ കൊടുക്കുന്നത്.
ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു നമ്മൾ സ്റ്റേ ചെയ്യാൻ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ആസ് എ ഗസ്റ്റ് നിങ്ങൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഞങ്ങളത് ഞങ്ങളുടെ മാക്സിമം, അതായത് ഒരു രീതിയിലും അത്തരം കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. കാരണം പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി റിയലി എക്സ്പെൻസീവ്. ഓവറായിട്ട് എക്സ്പെൻസീവ് എന്നാണെന്നില്ല ഞാൻ പറയുന്നത്, അത് ഒരു നോർമൽ കോസ്റ്റിനേക്കാളും കുറച്ച് ഹൈ ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത്. പക്ഷേ അത് പ്ലീസ് ടു കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ബീങ് ഡൺ ടു എൻഷുവർ ദ ഗസ്റ്റുകളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇസ് ലൈസൻസിങ്. പ്ലീസ് ടു എൻഷുവർ ദാറ്റ് ദി പ്രോപ്പർട്ടി ഹാസ് adequate licenses from the concerned authorities. FSSI ആണെങ്കിലും ശരി, പ്രോപ്പർട്ടിയുടെ റണ്ണിങ് ലൈസൻസ് ആണെങ്കിലും ശരി, ലൈസൻസ് ഉള്ള പ്രോപ്പർട്ടികളിൽ പരമാവധി സ്റ്റേ ചെയ്യുക. നിങ്ങൾ ഓൺലൈൻ പോർട്ടൽസ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ലൈസൻസ് ഇല്ലാത്ത പ്രോപ്പർട്ടീസ് ഓൺലൈൻ പോർട്ടൽസിന് അവർ ബുക്കിങ്ങിന് എടുക്കില്ല. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു സ്റ്റേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം കുറച്ചുകൂടി വാല്യൂബിളും പ്ലസ് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കും.